സ്നേഹമുള്ളവരെ, ഞങ്ങളിവിടെ കൂടി നിൽക്കുന്നത് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളാണ്. ഏറ്റവും രൂക്ഷമായ കുടിവെള്ളം ക്ഷാമം നേരിടുന്ന ഒരു സമയമാണിപ്പോൾ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ മാസം 21 2026. നാളെ 22 മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ സ്ഥലത്തേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. നിങ്ങളുടെ വാർഡിൽ എവിടെയൊക്കെയാണ് കുടിവെള്ള ക്ഷാമമുള്ളതെന്ന് നിങ്ങളുടെ വാർഡ് മെമ്പറെ നേരിട്ട് വിളിച്ച് പറയുകയും ആ സ്ഥലത്തേക്ക് വെള്ളം നേരിട്ട് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഭരണസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ മെമ്പർമാർക്ക് മുൻകൂട്ടി പരാതി ലഭിച്ച സ്ഥലങ്ങളിലൊക്കെ അവർ ലെറ്റർ പാഡിൽ ഇവിടെ സെക്രട്ടറിക്ക് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത മറ്റു സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പറെ വിളിക്കുക. അവർ ഇവിടെ ലെറ്റർ പാഡിൽ എഴുതി തരും. കുടിവെള്ളം നമുക്കറിയാം, വെള്ളം അമൂല്യമാണ്. അത് പാഴാക്കാനുള്ളതല്ല, കുടിക്കാനുള്ള വെള്ളമാണ് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അത് എല്ലാ രീതിയിലുള്ള ലാബ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള അനുവാദം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 3 ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് വെള്ളം നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം 8 വാർഡിലേക്കാണ് വെള്ളം വിതരണം ചെയ്യുന്നത്. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ 8, 8, 14, 24 വാർഡാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ 24 വാർഡിലേക്കും 3 ദിവസം ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ വെള്ള വിതരണം ആവശ്യമുള്ള ആളുകൾ മാത്രം ഉപയോഗിക്കുക. ഒരു കാരണവശാലും വെള്ളം പാഴാക്കി കളയരുത്. അത് അനാവശ്യമായി ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. വേനൽ ശക്തമായി ചൂട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. കൂട്ടത്തിൽ ഒരു ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നാട്ടിലെ മൃഗജാതികൾക്കും കൂടി വെള്ളം നിങ്ങൾ കരുതിയിരിക്കണം. അവർക്ക് തുറന്ന സ്ഥലത്ത് വെള്ളം വെച്ച് അവരെയും കൂടി പരിഗണിക്കണം. പക്ഷി മൃഗജാതികളൊക്കെ പരിഗണിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൂടെ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു.